നമ്മുടെ സ്വന്തം പറക്കാടിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായും പോയി കാണണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡ്സിനും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആട്ടോ അത്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുള്ളത് മൊത്തം റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് എല്ലാം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതെല്ലാം റെൻ്റായിട്ട് നമുക്ക് കളക്ഷൻസ് വരുന്നതാണ് കേട്ടോ. ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഈ പല മാലകളും പല സെലിബ്രിറ്റീസുകളും അതുപോലെ തന്നെ പല ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പരസ്യങ്ങളിൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ ഈ മാലകളും പലരും നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈവനിങ് ഫംഗ്ഷന് പറ്റുന്നത്, അതായത് ആൻറ്റിക് കളക്ഷൻസ്, 1 ഗ്രാം ഗോൾഡ്, പല നെക്ലസ്സുകൾ, അതായത് നല്ല കല്ലൊക്കെ പതിച്ചിട്ടുള്ള അടിപൊളി നെക്ലസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം ആൻറ്റിക് കളക്ഷൻസ് ആട്ടോ. നല്ല അടിപൊളി ഹെവി കളക്ഷൻസാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളതും ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു ബ്രൈഡ്സിൻ്റെ എന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് മാലകളൊന്നും ഇടാറില്ല. 2 മാലകൾ അല്ലെങ്കിൽ 3 മാലകളൊക്കെയാണ് പൊതുവേ എല്ലാവരും ഇടാറുള്ളത്. ഇതിന് പറ്റിയ ഒരു രീതിയിലുള്ള ഒരു മാലകളൊക്കെ കേട്ടോ ഇത് വന്നിരിക്കുന്നതെല്ലാം. അതുപോലെ തന്നെ അടിപൊളി കളക്ഷൻസ്, ഇപ്പോഴത്തെ നെക്ലസ്സുകൾ നമുക്ക് ഈവനിങ് ഫംഗ്ഷനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ റെൻ്റലാണ്. അതുപോലെ തന്നെ വളകളൊക്കെ ആണെങ്കിലും അടിപൊളി, നമുക്ക് ലെഹങ്കയ്ക്കും സാരിയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെയും പോകുന്ന രീതിയിലുള്ള പല പല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആൻറ്റിക് ആയിക്കോട്ടെ, നഗാസ് ആയിക്കോട്ടെ, പല പല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ്. നിങ്ങൾ വന്ന് തന്നെ കാണേണ്ടതാണ് കേട്ടോ. റെൻറ്റിന് ഓർണമെൻറ്റ്സ് എടുക്കാൻ പറ്റുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വരണം. കണ്ടോ ഈ മാലയ്ക്ക് എന്ത് രസമാണെന്ന് അറിയുമോ കാണാൻ. അതുപോലെ തന്നെ പല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളത് ഭയങ്കര ഹെവി ആയിട്ടുള്ള മാലകളും അതുപോലെ തന്നെ ചെറിയ മാലകളും ആ ഒരു രീതിയിൽ പല പല ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ ബ്രൈഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള, അത് മുസ്ലിം ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല അടിപൊളി കളക്ഷൻസ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെവി ആണെന്ന്. അതുപോലെ തന്നെ ഹിന്ദു ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ബെൽറ്റുകളും കുറേ ചെറിയ ചെറിയ മാലകളും പിന്നെ 1 ഗ്രാമിൻ്റെ തന്നെ കുറേ കമ്മലുകളൊക്കെ കേട്ടോ. ഇതൊക്കെ 1 ഗ്രാമിൻ്റെ ഗോൾഡ് കമ്മലുകളാണ്. അതുപോലെ തന്നെ മോതിരങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ട് കേട്ടോ അവിടെ. ഇത് നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വെച്ചിരിക്കുന്നത് കുറച്ച് അടിപൊളി ട്രഡീഷണൽ രീതിയിലുള്ള മാലകൾ കേട്ടോ. ഇതൊക്കെ 1 ഗ്രാമാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, കമ്മലൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ഹെവി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളതും അടിപൊളി കമ്മലുകളാട്ടോ. ഞാൻ എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കമ്മലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ അധികം ചൂസ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ ബിഹേവിയറും അതുപോലെ തന്നെ അടിപൊളിയായിട്ടോ അവരുടെ പെരുമാറ്റമൊക്കെ അടിപൊളി തന്നെയാണ്. കാരണം ഇതിൻ്റെ കണ്ടോ എത്ര ഫിനിഷിങ്ങോടെ അവിടെ ചെയ്തിരിക്കണം. ഇതൊരു വെറൈറ്റി കമ്മലാട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റി കുറേ കമ്മലുകളുണ്ട് അവിടെ. ഇത് വന്നിട്ടുള്ളത് അവരുടെ 2nd ഫ്ലോറാണ്. ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ അടിപൊളി സ്ഥലമാണ്. ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻ്റർവ്യൂസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞാൻ പല സമയത്ത് പോകുന്ന സമയത്ത് പല ഷൂട്ടുകളും ഇൻ്റർവ്യൂസും അങ്ങനത്തെയൊക്കെ കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാം. കാരണം അതിന് പറ്റുന്ന നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അധികം ഒരാൾ ഡിസ്റ്റർബൻസിനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അടിപൊളി വൈബാണ്. എത്ര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് അത് അവരത് ചെയ്തിരിക്കുന്നതെന്നാണ് സത്യത്തിൽ. അടിപൊളിയാട്ടോ. കാരണം ഞാനവിടെ ധൈര്യമായിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പോകുന്ന സമയത്ത് കുറേ ഷൂട്ടുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് കേട്ടോ, അത് പറ്റിയൊരു സ്ഥലമാണെന്നുള്ളത്. ഇനി വരുന്നത് നമ്മുടെ പറക്കാട്ടിൻ്റെ താരം എന്ന് തന്നെ പറയാം, പ്രീതി മാം. കാരണം മാം അവിടെ ഉണ്ടായിരുന്നില്ല. മാമിൻ്റെ ഒരു ആൽബം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചത്. ഇതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഞാൻ മാമിനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത് അവരുടെ 3rd ഫ്ലോറാണ്. ഇതിനകത്ത് ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പല ജ്വല്ലറി ഷൂട്ടും അതുപോലെ തന്നെ പല സെലിബ്രിറ്റീസും ഒക്കെ വന്നിട്ടുള്ള ഫോട്ടോഷൂട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഷൂട്ട് ചെയ്യാനും ഉണ്ട് കുറേ ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ അവിടെ മേക്കപ്പ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ടും ഡ്രസ് ചേഞ്ചിങ്ങിനും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഉള്ള പറ്റിയൊരു നല്ലൊരു പ്ലേസാണ് കേട്ടോ അത്. അടിപൊളിയാണ്. ഇതൊക്കെയാണ് പറക്കാട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനൊരു ഷൂട്ടിന് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഷൂട്ട് അനുചേട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ സൈമൺ ചേട്ടനും ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ചേട്ടനും ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ.